വ്യത്യസ്തത തേടുന്ന മലയാളി കലാകാരനാണ് ഖലീലുള്ളാ ചെമ്മനാട്. കുട്ടിക്കാലത്ത് തുടങ്ങിയ കുസൃതിത്തരങ്ങൾക്ക് ഇന്ന് പ്രൊഫഷണൽ രൂപം കൈവന്നപ്പോൾ ഒന്നാം തരം അനാട്ടമിക് അറബിക് കാലിഗ്രഫറായി മാറുകയായിരുന്നു ഖലീലുള്ളാ. കലയിൽ തന്റേതായൊരു ടച്ച് വരുത്താനായിരുന്നു കാസർഗോഡ് ചെമ്മനാട് സ്വദേശിയായ ഖലീലുള്ളയുടെ ശ്രമം. ഇതിലൂടെ ഇതൾ വിരിഞ്ഞ നിരവധി രൂപങ്ങൾ നയനാനന്തര കാഴ്ച സമ്മാനിക്കുന്നു. അള്ളാഹു എന്ന നാമം 99 മോഡലിലായി തയ്യാറാക്കിയതാണ് ഖലീലുള്ളായുടെ ഏറ്റവും ഒടുവിലത്തെ പ്രയത്നം. ഇത് ഈയിടെ നടന്ന ദുബായ് രാജ്യാന്തര ഹോളി ഖുർആൻ അവാർഡ് മത്സരത്തോടനുബന്ധിച്ച് കൾച്ചറൽ ആൻഡ് സയന്റിഫിക് ഓഡിറ്റോറിയത്തിൽ പ്രദർശിപ്പിച്ചിരുന്നു. സ്വദേശികളെയും വിദേശികളെയും ഒരുപോലെ ആകർഷിച്ച പ്രദർശനമായിരുന്നു അത്. 99 വിവിധ രൂപത്തിൽ വ്യത്യസ്തങ്ങളായ രീതിയിൽ അള്ളാഹ് എഴുതിയിട്ട് അതിനെ ഒരു പുസ്തക രൂപത്തിൽ അത് ഞാൻ ജനങ്ങൾക്ക് ഇവിടെ സൗജന്യമായിട്ട് വിതരണം ചെയ്യുന്നുണ്ട്. ഈ അനാട്ടമി കാലിഗ്രാഫിയൊക്കെ ഒരു വ്യക്തിയുടെ നാമം അറബിക്കിൽ എഴുതി വരുമ്പോൾ അത് അയാളുടെ രൂപമായി മാറുന്ന ശൈലി, അതാണ് ഞാൻ അറബിക് കാലിഗ്രാഫിയിൽ ഞാൻ രൂപപ്പെടുത്തിയെടുത്ത പുതിയ ഒരു ശൈലി. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ പേര് 1000 രൂപത്തിൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഖലീലുള്ളാ. 3 മാസം മുമ്പ് തുടങ്ങിയ ഈ പ്രയത്നം അടുത്ത 3 മാസത്തിനകം പൂർത്തിയാവുമെന്ന് ഖലീലുള്ളാ പറഞ്ഞു. പ്രമുഖ വ്യക്തികളുടെ പേര് അറബിക് അക്ഷരത്തിൽ എഴുതി അവരുടെ രൂപമുണ്ടാക്കുന്ന ശൈലി ഖലീലുള്ളാക്ക് സ്വന്തം. 15 വർഷം മുമ്പ് UAE രാഷ്ട്രപിതാവ് ഷെയ്ഖ് സായിദിന്റെ ചിത്രം ഉണ്ടാക്കിയതാണ് ഇതിന് തുടക്കം. പിന്നീട് അങ്ങോട്ട് നിരവധി പേരുടെ ചിത്രങ്ങൾ ഖലീലുള്ളായുടെ കാൻവാസിൽ തെളിഞ്ഞു. വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ ചിത്രമാണ് ഏറ്റവും ഒടുവിൽ തയ്യാറാക്കിയത്. ഷെയ്ഖ് മുഹമ്മദിന്റെ പേരുകൊണ്ട് ലോകത്തെ ഏറ്റവും വലിയ കാലിഗ്രഫി വരച്ച് ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ ഇടം പിടിക്കുകയാണ് ഖലീലുള്ളായുടെ സ്വപ്ന പദ്ധതി. ലോകത്തിലെ ഏറ്റവും വലിയ കാലിഗ്രഫി അത് ദുബായിൽ UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ അനാട്ടമിക് കാലിഗ്രഫി. അത് മാനസികമായിട്ട് ഞാൻ തയ്യാറെടുത്ത് കഴിഞ്ഞു. ഓൾമോസ്റ്റ് ഞാൻ ആ കാലിഗ്രാഫിയും ചെയ്തു കഴിഞ്ഞു. അബുദാബി കിരീടാവകാശിയും സായുധ സേന ഉപമേധാവിയുമായ ജനറൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാന്റെ ചിത്രവും ശേഖരത്തിലുണ്ട്. ഭരണകർത്താക്കളുടെ ചിത്രങ്ങൾ അവർക്ക് നേരിട്ട് നൽകുക എന്ന മോഹവും ഇദ്ദേഹത്തിനുണ്ട്. ഷെയ്ഖ് മുഹമ്മദിന്റെ കവിതകൾ ചേർത്തുവെച്ച് കുതിരയുടെ രൂപത്തിൽ ഉണ്ടാക്കിയത് ആരെയും ആകർഷിക്കും. കൂടാതെ UAE പ്രമുഖ കവി ഡോക്ടർ ഷെയ്ഖ് മാന അൽ ഉത്തൈബിയുടെ കവിതകളും കാലിഗ്രഫിക്ക് വിഷയമായി. വിവിധ സ്ഥലങ്ങളിൽ പ്രദർശനം സംഘടിപ്പിക്കുന്നതിന് ക്രിസ്റ്റൽ ആർക്ക് CEO ഫൈസൽ സിദ്ദീഖി അൽ മുത്തവ, ഡയറക്ടർ മുസ്തൻഫിർ സൈഫുദ്ദീൻ എന്നിവർ നൽകുന്ന പിന്തുണ വിലപ്പെട്ടതാണെന്ന് ഖലീലുള്ളാ പറയുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് സമർപ്പിക്കാനായി കേരള കാർട്ടൂൺ അക്കാദമി ഒരുക്കിയ 123 കാർട്ടൂൺ സിൽവർ ജൂബിലി മെമന്റോയിൽ ഇന്ത്യയിലെ 123 കാർട്ടൂണിസ്റ്റുകളിൽ ഖലീലുള്ളായും ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രിയുടെ 123 കാർട്ടൂണിൽ ഇന്ത്യയിലുള്ള ഏറ്റവും പ്രമുഖരായിട്ടുള്ള കാർട്ടൂണിസ്റ്റുകളുടെ കൂട്ടത്തിൽ വിദേശീയരിൽ നിന്നും എൻ്റെ അറബിക് കാലിഗ്രാഫി ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം മീഡിയകളും അത് വളരെ പ്രാധാന്യപൂർവ്വം ശ്രദ്ധിച്ചിരുന്നു. കാരണം ഇതൊരു പുതിയ ശൈലിയിൽ കാണുന്നു. ബാക്കി എല്ലാ കാരിക്കേച്ചറും കാർട്ടൂണിന്റെയും ഇടയിൽ ഇതുപോലൊരു സംഭവം വന്നപ്പോൾ അവർ വളരെ ഇതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഖുർആനിലെ അൽഫീൻ അധ്യായത്തെ ആനയുടെ രൂപത്തിലാണ് വരച്ചു തീർത്തത്. കൂടാതെ പേന, തേനീച്ച, കുതിര, പാമ്പ്, കാക്ക തുടങ്ങി വിശുദ്ധ ഖുർആനിലെ പരാമർശങ്ങൾ അതിന്റെ സാരാംശം ചോർന്നു പോകാതെ വരച്ചിട്ടുണ്ട്. സ്കൂൾ പഠനകാലത്തു തന്നെ വരയുടെയും വർണ്ണങ്ങളുടെയും ലോകത്തേക്ക് വന്ന ഖലീലുള്ളായെ അനാട്ടമിക് കാലിഗ്രഫിയിലേക്ക് തിരിച്ചുവിട്ടത് പിതാവ് MH സീതി ആയിരുന്നു. പുരാതന രീതികളായ ദീവാനി, ഖൂഫി, തുലുത്ത്, നഖ്, താലിഖ്, റിഖ് തുടങ്ങിയവയിൽ നിന്നും മാറിയുള്ള സഞ്ചാരമാണ് ഖലീലുള്ളായെ വ്യത്യസ്തനാക്കിയത്.